ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ? അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുകൊന്ന് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ചെറുതായി എരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വന്നോട്ടെ. ഇഞ്ചിയും പച്ചമുളകും ഒന്ന് മൂത്ത് വന്നാൽ നമുക്കതിലേക്ക് ഒരു അരമുറി സവാള മതി. അത് ചെറുതായി ഒന്ന് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സവാളയും കൂടെ നമുക്ക് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കും. സവാള നന്നായി ഒന്ന് വഴന്നു വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്യാരറ്റും ബീൻസും അരിഞ്ഞെടുത്തതാണ്. അത് നമുക്കിതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാമേ. വെജിറ്റബിൾസ് അത്യാവശ്യം ഒന്ന് വഴന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ചേർത്ത് അധികം ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഈ വെജിറ്റബിൾസ് ഇനി നമുക്കിതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ച ആ വെള്ളമൊക്കെ നന്നായി ഒന്ന് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സേമിയാണ്. സേമിയ നേരത്തെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. കുറച്ച് നെയ്യ് ഒഴിച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. റോസ്റ്റ് ചെയ്ത സേമിയ വാങ്ങാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ അത് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതങ്ങ് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിലിട്ടാൽ മതിയേ, ഒരുപാട് തീ കൂട്ടിയിടണ്ട. ആ ഒരു ചെറിയ തീയിൽ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം.